Om Namah Shivaya, children. Good morning. Children, have you studied which I taught you in the last week? Yes, we started the food we eat. What we studied? We get so many things from plants to eat. That is food from plants. Okay, let us revise what we studied. What all things we get from plants? We get cereals. What are the cereals? Rice, wheat, oats. Then what we get? Pulses. What are the pulses mostly you use? That is kidney beans, black grams, chickpeas. Yes. Next is oil seeds. What all oil seeds we use? Groundnut, sesame, mustard oil, linseed, sunflower oil. Okay. Then vegetables. Vegetables you use daily. That is beans, carrot, onion, cabbage, radish, beetroot, pumpkin, brinjal, and potato. Not only so many things we eat. Fruits. That is apple, banana, guava, mango, grapes, jackfruit, cherry, orange, pineapple, strawberry. So many things are there, and all like fruits. We use some dried fruit also. Um, the fruits are dried so that it will store for a long time. It will not spoil. So, what are those fruits? That is raisin, apricot, almond. Next, we use spices. Spices are so many: cardamom, clove, cumin seeds, pepper, bay leaf, turmeric, chilies. So many spices we eat. Why we use spices? To to make our food colorful, spicy, and flavor. To get a flavor. Next is beverages. That is, some plants used to make drink or beverages. Tea is made from leaves of the tea plant. So these all things we studied in the last week. Now next our topic is the journey of food. Journey of food means ഈ നമ്മൾ കഴിക്കുന്ന ഫുഡ് ആഹാരം അത് എങ്ങനെയല്ല നമ്മളടുത്ത് എത്തുന്നത്, അതിൻ്റെ ഒരു യാത്ര. നേരെ ഫുഡായിട്ട് നമ്മൾ വയറ്റിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. അതിന് എങ്ങനെയാണത് ഫാമേഴ്സ് ഉണ്ടാക്കി നമ്മളടുത്തേക്ക് വരെ എത്തിക്കുന്നത്, അത് നമുക്ക് പഠിക്കാം. ഓക്കെ, ആരാ കൃഷി ചെയ്യുന്നത്? ഫാമേഴ്സ് ഗ്രോ ഫുഡ് ക്രോപ്സ് ഫോർ അസ്. ദേ ഗ്രോ ക്രോപ്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഓഫ് ദ ഇയർ. അവർ കൃഷി ചെയ്യുന്നത് പല സമയങ്ങളിലായിട്ടാണ്, ഒരേ സമയത്തല്ല എല്ലാ സംഭവം ചെയ്യുന്നത്. വേനൽക്കാലത്ത്, അതായത് സമ്മർ സീസണിൽ, പിന്നെ വിൻ്റർ സീസണിൽ വേറത്, അങ്ങനെയാണ്. സോ ആ പ്രോസസ്സ് നമുക്കൊന്നൊന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് ഈസ് ദ ഫാമേഴ്സ് ഫസ്റ്റ് പ്രിപ്പയർ ദ ഫീൽഡ്. അവരെന്താ ചെയ്യുക? ആദ്യം തന്നെ അവരുടെ കൃഷി സ്ഥലം ആദ്യം അതിന് പ്രിപ്പയർ ചെയ്യൂ. എങ്ങനെ പ്രിപ്പയർ ചെയ്യുക? അതിനവർ ദ പ്ലോ ദ ഫീൽഡ്. അവരതിനെ ഉഴുന്നെടുക്കൂ, നല്ലോണം കൊത്തി കൃഷിന് പാകപ്പെടുത്തി. എന്നിട്ട് പിന്നെന്താ ചെയ്യുക? അതിൻ്റെ അകത്ത് ആഡ് മാന്യൂർ ആൻഡ് ഫെർട്ടിലൈസർ. അതിൻ്റെ അകത്ത് വളം, പിന്നെ ഫെർട്ടിലൈസർ അതെല്ലാം ആഡ് ചെയ്യൂ. ദെൻ ദേ സോ ദ സീഡ്സ്. പിന്നെന്താ ചെയ്യുക? വിത്ത് അതിൻ്റെ അകത്ത് പാവി. ദേ സോ ദ സീഡ്സ്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് സ്മോൾ പ്ലാന്റ്സ് അപ്പിയർ ഫ്രം ദ സീഡ്. ആ സീഡ്സിൽ നിന്ന് അത് ചെറിയ ചെറിയ പ്ലാന്റായി കാണും. പിന്നെ ഫാമേഴ്സ് വാട്ടർ ദ ക്രോപ്സ് റെഗുലർലി. അവർ സ്ഥിരമായിട്ട് നിത്യേന വെള്ളം നനക്കും. ദേ വാട്ടർ ദ ക്രോപ്സ്. ദേ മേക്ക് ഷുവർ ദാറ്റ് ദ ക്രോപ്സ് ആർ സേഫ് ഫ്രം ഇൻസെക്ട്സ് ആൻഡ് പെസ്റ്റ്. അവർ ശ്രദ്ധിക്കൂ. എന്തെല്ലാമാണ്? അവരാദ്യം വെള്ളം നനച്ച്, പിന്നെ എപ്പോൾ ശ്രദ്ധിക്കൂ ഇൻസെക്ട്സോ കീടാണുകൾ എന്തെങ്കിലും വരുന്നുണ്ടോയെന്ന് എപ്പോഴും ശ്രദ്ധിക്കൂ. എങ്ങനെ? ബൈ സ്പ്രേയിങ് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും സ്പ്രേ ചെയ്യൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുക? ദ
ക്രോപ്സ് ഗ്രോ ഇൻ അബൌട്ട് 6 months. ഒരു 6 മാസം കൊണ്ട് അത് ചെറിയ ചെറിയ പ്ലാന്റ്സ് നല്ല വലിയ പ്ലാന്റ്സായിട്ട് മാറും. അപ്പോൾ അവർ അത് കട്ട് ചെയ്യാൻ റെഡിയായി. അത് ദെൻ ദ കട്ടിങ് ഓഫ് ക്രോപ്സ് ഈസ് കോൾഡ് ഹാർവെസ്റ്റിംഗ്. ആ മുറിക്കുന്ന വിളകൾ മുറിക്കുന്നതാണ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. വിളകൾ, ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വിളകൾ എന്ത് ചെയ്യാൻ മുറിക്കുന്നത് അന്ന് ഹാർവെസ്റ്റിംഗ്. ദി കട്ടിങ് ഓഫ് ക്രോപ്സ് ഇസ് കോൾഡ് ഹാർവെസ്റ്റിംഗ്. അപ്പോൾ ആദ്യം ഇത് ഫീൽഡ് പ്രിപ്പയർ ചെയ്ത്, പിന്നെ അതിൻ്റെ വളം ഇട്ട്, പിന്നെ അതിന് വിത്ത് പാവി ചെറിയൊരു പ്ലാന്റ്സായി മാറിയത്, പിന്നെ അതിന് നന്നായി വെള്ളം നനച്ച് പെസ്റ്റിസൈഡ്സ് ഇൻസെക്ടിസൈഡ്സ് സ്പ്രേ ചെയ്ത് കൊടുത്ത്, പിന്നെ അത് 6 മാസം കൊണ്ട് നല്ല വിളകളായി മാറി, പിന്നെ അതിനെ മുറിക്കുക. ദാറ്റ് ഈസ് കോൾഡ് കട്ടിങ് ഓഫ് ക്രോപ്സ് ഈസ് കോൾഡ് ഹാർവെസ്റ്റിംഗ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാ, ആഫ്റ്റർ ദ ക്രോപ്സ് ഹാവ് ബീൻ ഹാർവെസ്റ്റിംഗ്, മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ദ ഗ്രെയിൻസ് ആർ സെപ്പറേറ്റഡ്. ഗ്രെയിൻസ് അതിന് സെപ്പറേറ്റ് ചെയ്യുക. ധാന്യങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക പ്ലാന്റ്സിൽ നിന്ന്. അതിനകത്ത് കിട്ടുന്ന നമുക്കിപ്പോൾ അരിയാണെങ്കിൽ അത് ഒരു പ്ലാന്റായിട്ട് മുറിച്ചെടുക്കുക. അതിൻ്റെ നെല്ല് അത് മാറ്റിയെടുക്കുക. നെല്ല് മാറ്റിയെടുത്ത്, ദിസ് പ്രോസസ് ഇസ് കോൾഡ് ത്രെഷിങ്. എന്നാണ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ഗ്രെയിൻസ് ഫ്രം ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ത്രെഷിങ് എന്ന് പറയുന്നത്. പ്രോസസ് ഇസ് കോൾഡ് ത്രെഷിങ്. ദെൻ ദ ഹസ്ക് ഇസ് റിമൂവ്ഡ്. ഹസ്ക് എന്ന് പറഞ്ഞാൽ പഴംതൊലി. അതിൻ്റെ നെല്ലിൻ്റെ പുറത്തൊരു തൊലി ഉണ്ടാവും. ആ തൊലി മാറ്റണം, എന്നാലേ നമുക്ക് അരി കിട്ടൂ. ദെൻ ദ ഹസ്ക് ഇസ് റിമൂവ്ഡ്. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് വിന്നോവിങ്. അപ്പോൾ എന്തെല്ലാം പഠിച്ച? ഹാർവെസ്റ്റിംഗ്, ത്രെഷിങ്, വിന്നോവിങ്. ഹാർവെസ്റ്റിംഗ് മീൻസ് കട്ടിങ് ഓഫ് ക്രോപ്സ് ഇസ് കോൾഡ് ഹാർവെസ്റ്റിംഗ്. Cutting of crops is called harvesting. Then separating the grains from the plants are called threshing. Separating the grains from the plants are called threshing. The removing of husk is called winnowing. Then പിന്നെ നമുക്ക് ഗ്രെയിൻസ് കിട്ടി, നല്ല നെല്ല് കിട്ടി, അരി കിട്ടി. അപ്പോൾ ആ ഗ്രെയിൻസിന് എന്താ ചെയ്യുക? പാക്ഡ്. ദ ഗ്രെയിൻസ് ആർ ദെൻ പാക്ഡ് ആൻഡ് ആർ റെഡി ടു ബി സപ്ലൈ ടു ദ മാർക്കറ്റ്. പിന്നെ നമുക്ക് മാർക്കറ്റിലത് വിൽക്കാൻ റെഡി ചെയ്ത്. സ്മോൾ സ്കെയിൽ ഫാമേഴ്സ് ടേക്ക് ദ ക്രോപ്സ് ടു ദ ഹോൾസെയിൽ മാർക്കറ്റ് ഇൻ ട്രാക്ടർ. സ്മോൾ സ്കെയിൽ ചെറിയ ചെറിയ ഫാമേഴ്സ് എന്ത് ചെയ്യും? അതിന് ട്രാക്ടറിലോ അവരെ വണ്ടിയിലോ വെച്ച് അവർ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും. പിന്നെ ബിഗ് സ്കെയിൽ ഫാമേഴ്സ് എന്ത് ചെയ്യും? അവരതിനെ ട്രക്സിലോ ട്രെയിൻസിലോ വേറെ സ്ഥലങ്ങളിൽ എത്തിക്കും. ദ ഗ്രെയിൻസ് മേ ഓൾസോ ബി ടേക്കൺ ഡയറക്ട്ലി ടു ദ ഫാക്ടറീസ്. പിന്നെ അത് ഗ്രെയിൻസ് എന്ന് ചെയ്യുക, ഡയറക്റ്റ്ലി അതിനെ ഫാക്ടറീസിൽ എത്തിക്കും. അപ്പോൾ എങ്ങനെയല്ലായിരുന്നു പ്രോസസ്സ്? ആദ്യം ഫാമേഴ്സ് നന്നായി അവരെ ഫീൽഡ് നന്നായി ഉഴുന്നെടുക്കൂ, നല്ലോണം കൊത്തി കൃഷി ചെയ്യാൻ പാകത്താക്കി എടുക്കൂ. പിന്നെ അതിനകത്ത് മാന്യൂർ ഫെർട്ടിലൈസർ ഇടൂ, നല്ലോണം വളമിട്ട്, പിന്നെ അതിനകത്ത് സീഡ്സ് പാവി, പിന്നെ അത് ചെറിയ പ്ലാന്റ്സായി മാറുന്ന വരെ നോക്കുക. പിന്നെ അതിനെ നന്നായി നനയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് പെസ്റ്റിസൈഡ്സ് ഇൻസെക്ടിസൈഡ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ അത് 6 മാസം വരെ, 6 months, വിതിൻ 6 months അത് നന്നായി ഗ്രോ ചെയ്യും, ക്രോപ്സായി മാറും, വിളകളായി മാറി. പിന്നെ അതിനെ മുറിക്കുക. കട്ടിങ് ഓഫ് ക്രോപ്സ്, ദാറ്റ് ഈസ് കോൾഡ് ഹാർവെസ്റ്റിംഗ്. മുറിക്കുക, വിളകൾ മുറിച്ച് അതിൽ നിന്ന് ഗ്രെയിൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, വിളകൾ, അതിൽ നിന്ന് ധാന്യങ്ങൾ പുറത്തെടുത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുക പ്ലാന്റ്സിൽ നിന്ന്. പിന്നെ അതിൻ്റെ അകത്ത് ധാന്യങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്ന എന്ന് പറയുക ത്രെഷിങ്. ദിസ് പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ദ ഗ്രെയിൻസ് ഫ്രം ദ പ്ലാന്റ്സ് ഇസ് കോൾഡ് ത്രെഷിങ്. ദെൻ ഹസ്ക് ഇസ് റിമൂവ്ഡ്. പിന്നെ അതിൻ്റെ പുറംതൊളി, നെല്ലിൻ്റെ പുറത്തൊരു
തൊലി ഉണ്ടാവില്ല, അത് മാറ്റുക. അപ്പോൾ ദ പ്രോസസ് ഓഫ് റിമൂവിങ് ഹസ്ക് ഇസ് കോൾഡ് വിന്നോവിങ്. ദെൻ ദ ഗ്രെയിൻസ് ആർ പാക്ഡ് ആൻഡ് റെഡി ടു സപ്ലൈ ടു ദ മാർക്കറ്റ്. അപ്പോൾ പിന്നെ അത് ചെറിയ ഫാമേഴ്സ് അതിനെ ട്രാക്ടറിൽ കൊണ്ടുപോകും. പിന്നെ അതിനെ ബിഗ് സ്കെയിൽ ഫാമേഴ്സ്, വലിയ വലിയ ഫാമേഴ്സ്, അതായത് വലിയ ഫാമേഴ്സ് അതിനെ ട്രക്കിൽ ട്രെയിനിൽ കൊണ്ട് ഫാക്ടറീസിലെത്തിക്കൂ. ഇൻ ദ ഫാക്ടറീസ് ദ ഗ്രെയിൻസ് ആർ ക്ലീൻഡ് ആൻഡ് പാക്ഡ്. ആ ഗ്രെയിൻ എന്താവും, നല്ലോണം ക്ലീൻ ചെയ്ത് എന്നിട്ട് അതിനെ പാക്ക് ചെയ്യും. ദ പാക്കറ്റ്സ് ആർ ലേബിൾഡ്, പിന്നെ ലേബിൾ ചെയ്യുക. ദെൻ ദേ ആർ സെൻറ്റ് ടു ദ ഹോൾസെയിൽ മാർക്കറ്റ്. പിന്നെയാണ് വലിയ വലിയ ചാക്കിലാക്കിയിട്ടത് വലിയ വലിയ ഹോൾസെയിൽ മാർക്കറ്റിൽ എത്തിക്കുന്നത്. അതായത് ഗ്രെയിൻസ് അത് ഫാക്ടറീസിലെത്തി അത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് ലേബിൾ ചെയ്ത്, ലേബിൾ എന്ന് പറഞ്ഞാൽ അതിന് മേലെ ഒട്ടിക്കൂ, സ്റ്റിക്കർ ഒട്ടിച്ച് പിന്നെ ഹോൾസെയിൽ മാർക്കറ്റിൽ എത്തിച്ച്, അങ്ങനെയാണ് അത് വലിയ വലിയ മാർക്കറ്റിലേക്ക് എത്തുന്നത്. ഷോപ്പ് കീപ്പേഴ്സ് ബൈ ഫുഡ് ഗ്രെയിൻസ്, fruits and vegetables from these market and then sell them from their shops or push carts. പിന്നെ അവർ ഷോപ്പ് കീപ്പേഴ്സ് എന്ത് ചെയ്യും, വലിയ വലിയ മാർക്കറ്റിൽ നിന്നത് എല്ലാം വാങ്ങിക്കും. ഫ്രൂട്ട്സ്, ഫുഡ് ഗ്രെയിൻസ്, വെജിറ്റബിൾസ് എല്ലാം വാങ്ങിച്ച് എന്നിട്ട് അവരുടെ ഷോപ്പിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് വെക്കൂ, ഇല്ലെങ്കിൽ ചെറിയൊരു ഷോപ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കൂ. എ ബിഗ് മാർക്കറ്റ് ഇസ് കോൾഡ് എ മണ്ടി. വലിയ മാർക്കറ്റ്, അതിനാണ് ഹോൾസെയിൽ ആയിട്ട് വരുന്ന മാർക്കറ്റാണ് മണ്ടി. ഹിയർ ഫുഡ് ഗ്രെയിൻസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ ബ്രോട്ട് ഫ്രം ഡിഫറെൻറ്റ് വില്ലേജസ്. അവിടെ എവിടുന്ന് വലിയ വലിയ മാർക്കറ്റിൽ, ബിഗ് മാർക്കറ്റ് മണ്ടിയിലേക്ക് ദൂരെ നിന്ന് വില്ലേജസ് നിന്ന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വരുന്നത്. അവിടെ നിന്ന് ചെറിയ ചെറിയ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം വാങ്ങുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വർക്ക് ഇൻ ദ മണ്ടീസ് ടു ലോഡ് ആൻഡ് അൺലോഡ് ഗുഡ്സ്. അവിടെ കുറേ ആൾക്കാരുണ്ടാവും അത് ലോഡ് ചെയ്യാനോ അൺലോഡ് ചെയ്യാനോ ഗുഡ്സ്. അതായത് വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് വെജിറ്റബിൾസ്, അതായത് ഫാമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ ലോഡ് ചെയ്യാനും ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഇറക്കാനും ഇവിടെ നിന്ന് കൊണ്ടുപോകാനും കുറേ ആൾക്കാർ അവിടെ ഉണ്ടാവും. അവിടെയല്ല നടക്കുന്നത്, വലിയ വലിയ മാർക്കറ്റിൽ ബിഗ് മണ്ടീസിലാണ് ഫാമേഴ്സ് കൊണ്ട് ഇറക്കുകയും ചെയ്യും. ഇവിടുന്ന് കൊണ്ടുവന്ന് വേറെ ചെറിയ ചെറിയ ഷോപ്പിലേക്ക് കൊണ്ടുപോയി സെയിൽ ചെയ്യാനും. അപ്പം എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഇവിടെ. സോ ഇപ്പം മനസ്സിലായില്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എത്ര അധ്വാനമുണ്ട്. ഇനി വേസ്റ്റ് ആക്കുമോ ഫുഡ്? ഇല്ല. അപ്പോൾ ഓരോരു അരി, ഓരോരു നെല്ല്, ഓരോരു അരീൻ്റെ ഒരു അംശം, ഇല്ല വെജിറ്റബിൾസിൻ്റെ ഒരു പാർട്ട്, അതിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. കൃഷി ചെയ്ത് അധ്വാനിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത്, എന്നിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എത്തുന്നതെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഒരു നുള്ള് ഫുഡ് വരെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ആൻസർ നല്ലോണം പഠിക്കുക. ഈ ചാപ്റ്റർ കവറായി, ഫിനിഷായി, നമ്മുടെ ഫസ്റ്റ് ടൈം പോർഷൻ കവറപ്പായി. നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് യു ടി ഉണ്ട്. യു വിൽ ഹാവ് എ യു ടി in the next week. So study well, be ready for that. Okay, thank you.